നമസ്കാരം. 2026 ഈ വർഷം ആദ്യം എഴുതിയ ഒരു ഗദ്യകവിതയാണ്. കൂടൊരുക്കി തീരാത്തവർ. ഒരു തവണയല്ല, പലതവണ ഞാൻ ആ പക്ഷിക്കൂടെടുത്ത് ദൂരെ എറിഞ്ഞു. എന്നിട്ടും ആ കിളിക്ക് കൂടൊരുക്കാൻ എൻ്റെ പണിതീരാത്ത വീടിൻ്റെ മുകളിലത്തെ നിലയിലെ എൻ്റെ വായനാമുറിയിലെ ജനൽ ചില്ലകൾ തന്നെ വേണം. എനിക്ക് ആ കിളിയോട് വെറുപ്പില്ല. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതും അവയെ എനിക്ക് ചുറ്റും പാറി നടക്കുന്നതും എത്രയോ സന്തോഷകരമാണ്. അവരുടെ കൊഞ്ചലുകൾ എനിക്ക് സംഗീതമാണ്. പക്ഷെ എനിക്കെൻ്റെ വീട്ടിൽ എവിടുന്നോ വന്നു കയറുന്ന വെളുത്ത പൂച്ചകളെയാണ് ഭയം. അവയെൻ്റെ കണ്ണു വെട്ടിച്ച് എൻ്റെ വായനാമുറിയിൽ കിടക്കും. എൻ്റെ കിടക്കയിൽ രോമം പൊഴിക്കും. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകക്കെട്ടുകൾക്കിടയിൽ പ്രസവിച്ചു കൂട്ടും. എത്ര ഓടിച്ചകറ്റിയാലും അവ മടങ്ങിയെത്തും. പ്രസവിച്ച ഉടനെ സ്വന്തം ചോരക്കുഞ്ഞുങ്ങളെ തിന്നും. പലപ്പോഴും മുല കൊടുക്കാൻ കൂട്ടാക്കാതെ കുരുന്നു കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലും. ദുർഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തെ ഭയന്നിട്ടാണ് പലപ്പോഴും ഞാൻ ആ ജനാലകൾ മറക്കാതെ അടച്ചിടുന്നത്. എന്നിട്ടും എവിടുന്നൊക്കെയോ ആ കിളി വന്ന് പിന്നെയും പിന്നെയും കൂടൊരുക്കും. കിളിക്കറിയില്ല എൻ്റെ വ്യഥ. അവളുടെ കുഞ്ഞുങ്ങളെ പൂച്ചകൾ കൊന്നു തിന്നുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. അവളുടെ കരച്ചിൽ കേൾക്കാൻ ഞാൻ ഭയക്കുന്നു. ആരോട് പറയാൻ? അവളിതാ കുഞ്ഞു വാഴനാരുകളും കൊണ്ട് എൻ്റെ ജനാലച്ചിലയിൽ വീണ്ടും. എൻ്റെ വെളുത്ത പൂച്ചകളെക്കുറിച്ച് ഓർക്കാതെ, എൻ്റെ കറുത്ത വ്യഥകളെക്കുറിച്ച് അറിയാതെ. അവൾ കാണുകെ ഞാൻ അവളുടെ പണി തീരാത്ത കൂടെടുത്ത് പുറത്തേക്കെറിഞ്ഞു. അവൾ ചിലച്ച് ശപിക്കട്ടെ, അവളും ശപിക്കട്ടെ, എന്നെ അറിയാതെ. എങ്കിലും എനിക്ക് ആനന്ദം തോന്നി. എൻ്റെ വെളുത്ത പൂച്ചകൾ അവളുടെ മുട്ടകൾ തട്ടിയെടുത്ത് തിന്നുകയോ അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൺതുറക്കും മുന്നേ കടിച്ചു കീറുകയോ ചെയ്യുമ്പോൾ അവൾക്ക് കരയാൻ കരുത്തുണ്ടാകുമല്ലോ. അന്ന് അവൾ എന്നെപ്പോലെ കണ്ണീരില്ലാതെ കരയാൻ പഠിക്കുമല്ലോ.